രോഹിത് വെമുലയെക്കുറിച്ചാണ്. ഹൈദരാബാദ് സർവകലാശാലയിലെ കേന്ദ്ര സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു രോഹിത് വെമുല. 2016 ഈ സംഭവം നടന്നത്. അതിനുശേഷം രാജ്യത്തിലുടനീളമുള്ള സർവകലാശാലകളിൽ ജാതി വിവേചനത്തെ കുറിച്ചുള്ള പലതരത്തിലുള്ള പല നിലയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രോഹിത് വെമുലയുടെ മരണത്തിൽ തെലങ്കാന പോലീസ് അന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നില്ല എന്നുള്ള വാദമാണ് തെലങ്കാന പോലീസ് നിരത്തുന്നത്. അതുമാത്രമല്ല, അത് പിടിക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ അതുകൊണ്ടുള്ള ഭയത്തിൽ നിന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള വാദം നിരത്തുകയാണ് തെലങ്കാന പോലീസ്. ദൗദ് സാർ, ഇത് 2016 ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കി 3rd ഇയർ കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ക്യാമ്പസിനകത്തും ഒക്കെ വലിയ എന്നെ പേഴ്സണലി ഭയങ്കരമായി അസ്വസ്ഥമാക്കിയൊരു സംഭവം കൂടെയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ ഈശ്വരവാര്യരുടെ പുസ്തകത്തിൽ അവസാനം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, മരിച്ചു പോയിട്ടും എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതേ വാചകമാണ് എൻ്റെ മനസ്സിൽ വീണ്ടും ഇങ്ങനെ എനിക്ക് തോന്നിയത്. അല്ല, അത് രോഹിത് വെമുല തന്നെ അതേക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. മൈ ബർത്ത് വാസ് എ ഫാറ്റൽ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ദുരന്തമാണ്, എൻ്റെ ജനനം തന്നെയാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് അയാൾ പറയുന്നത് എന്താണ്? അത് പുറത്തുള്ള ഒരാളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരു ദലിത് ആയി ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ദുരന്തം എന്താണ്? അയാൾ ജനിച്ചു എന്നുള്ളത് അല്ലേ? അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രോഹിത് വെമുലയുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ ഈ ക്ലോഷർ റിപ്പോർട്ട് അവർ കൊടുക്കുകയാണ് കോടതിയിൽ. അവരതിൽ പറയുന്ന സംഗതി, ഇദ്ദേഹം എന്താണ്, മാല സമുദായക്കാരൻ, മാല എന്ന് പറയുന്നത് അവിടുത്തെ SC സമുദായമാണ്. മാല സമുദായക്കാരൻ എന്നുള്ള നിലക്കാണ് അവിടെ അഡ്മിഷൻ നേടിയെടുക്കുന്നത്. അവിടുത്തെ SC സമൂഹത്തിന്, SC കമ്മ്യൂണിറ്റി കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന ഒരാളായിരുന്നു. അത് അല്ല, ഞാൻ മാലയല്ല, വഡേര സമുദായത്തിൽപ്പെട്ട ആളാണ് എന്ന് തിരിച്ചറിയപ്പെടും എന്ന ഭയത്താൽ ആണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതാണ്. അത് ഒട്ടുമേ യുക്തിസഹമല്ലാത്തൊരു കാര്യമാണ്. ഒന്നാമത് രോഹിത് വെമുല ആ സംഭവം എങ്ങനെയുണ്ടാകുന്നത് നോക്കണം. മുസാഫർ നഗർ കലാപം നടക്കുന്നു. അതിനുശേഷം അവിടെ ഈ മുസാഫർ നഗർ ബാക്കി ഹേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഡോക്യുമെൻ്ററി പ്രദർശനം നടക്കുന്നു. അപ്പോൾ ആ ഡോക്യുമെൻ്ററി പ്രദർശനത്തിനെതിരെ ABVPക്കാർ പ്രതിഷേധം സംഘടിപ്പിക്കും. അത് ചില സ്കഫിളിലേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ രോഹിത് വെമുല അടക്കമുള്ള ഏതാനും വിദ്യാർത്ഥികൾ, അവർ പ്രധാനമായും AS അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ദലിത് വിദ്യാർത്ഥികളാണ്, അവരെ സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുമ്പം സാധാരണഗതിയിൽ ഒരു കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ ക്ലാസ്സിൽ വരാൻ പറ്റില്ല, അതാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ആ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സോഷ്യൽ ബോയ്ക്കോട്ട് സ്വഭാവത്തിലേക്ക് മാറുന്നു. ക്യാമ്പസിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, പ്രൊമൈസിലേക്ക് വരാൻ പറ്റില്ല, ഹോസ്റ്റലിലേക്ക് വരാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുതരം ഒരു എക്സ്കമ്മ്യൂണിക്കേഷൻ അനുഭവിക്കുന്ന രീതിയിൽ അത് പോവുകയാണ് ഈ സസ്പെൻഷൻ. അപ്പോൾ അതൊക്കെ സൃഷ്ടിച്ച ഒരു പ്രയാസത്തിനിടയിലാണ് ഇദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ രോഹിത് വെമുല ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നത് വരെയുള്ള കാലയളവിൽ ഒരിക്കൽ പോലും അയാളുടെ കാസ്റ്റ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഒരു സംശയം പോലും അവിടെ ഉയർന്നു വന്നിട്ടില്ല. ആരെങ്കിലും അതേക്കുറിച്ച് ചോദിക്കുകയോ അന്വേഷിക്കുകയോ എന്തെങ്കിലും എൻക്വയറി ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു SC കമ്മ്യൂണിറ്റിയിലെ അംഗം എന്നുള്ള നിലക്ക് അങ്ങേർക്ക് നിയമപരമായി അവകാശപ്പെട്ട എന്തെല്ലാം പ്രിവിലേജസ് ഉണ്ടോ, എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ, അതെല്ലാം നേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ രോഹിത്തിൻ്റെ ജീവിതത്തിലുള്ള ആ ക്യാമ്പസ് ജീവിതത്തിലുള്ള ആഘാതം എന്ന് പറയുന്നത് ആ സസ്പെൻഷൻ ഉണ്ടാക്കിയിട്ടുള്ള ട്രോമയും മാത്രമാണ്. അപ്പം ഈ പറയുന്ന ഇഷ്യൂ ഉണ്ടല്ലോ, ഇയാൾ മാലയാണോ വഡേരയാണോ എന്ന ക്വസ്റ്റ്യൻ എപ്പോഴാണ് വരുന്നത്? അത് രോഹിത്തിൻ്റെ മരണശേഷമാണ്. മരണശേഷം ഇത് ആദ്യമായിട്ട് വരുന്നത് ഗുണ്ടൂർ കളക്ടർ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഇയാൾ മാലയല്ല വഡേരയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ കൊടുക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രോഹിത്തിൻ്റെ അമ്മ രാധിക മാലാ സമുദായക്കാരിയും അച്ഛൻ ഈ വഡേര സമുദായക്കാരനുമാണ്. അപ്പോൾ ഇങ്ങേര് എൻ്റെ ഭാര്യ രാധിക മാലയാണ് എന്ന് തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ അറിഞ്ഞപ്പോൾ എന്നെ ഒഴിവാക്കിപ്പോയി എന്നാണ് അതേക്കുറിച്ച് രാധിക പറയുന്നത്. കുഞ്ഞുനാൾ മുതൽ രോഹിത് അനാഥരായിട്ടാണ്, സിംഗിൾ പാരൻ്റ്, അമ്മയുടെ ഇതിലാണ് വളരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ ഒരു അച്ഛൻ്റെ ജാതി ഒന്ന്, അമ്മയുടെ ജാതി വേറൊന്ന്, അങ്ങനത്തെ ഒരു കേസിൽ
മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ജാതി എന്തായിരിക്കും എന്നതിൻ്റെ നിയമപരമായ ഉത്തരം അത് ഇയാൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് അതായിരിക്കും എന്നുള്ളത്. മകൻ അല്ലെങ്കിൽ മകൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് അതായിരിക്കും. അതിൽ വേണമെങ്കിൽ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് അവർക്ക് ഒബ്ജെക്ഷൻസ് ഉന്നയിക്കാം. ഒബ്ജെക്ഷൻ ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഉയർന്ന സമുദായത്തിൽപ്പെട്ട അച്ഛൻ, താഴ്ന്ന സമുദായത്തിൽപ്പെട്ട അമ്മ, അവർ വിവാഹശേഷം വളരെ സാമൂഹികമായ ഉന്നത നിലവാരത്തിലാണ് അവർ ജീവിക്കുന്നത്, അവർ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിലുണ്ടായ മകൻ ഈ SC പിന്നോക്ക സമുദായത്തിൽപ്പെട്ട അമ്മയുടെ സമുദായത്തിൻ്റെ സ്റ്റാറ്റസാണ് അയാൾ തിരഞ്ഞെടുത്തതെങ്കിൽ വേണമെങ്കിൽ ഇവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഒബ്ജെക്ഷൻ ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ ഇത് സെലക്ട് ചെയ്യുന്നത് ആരാണ്? മകൻ അല്ലെങ്കിൽ മകൾ ആണ്. ഇവിടെ അമ്മയുടെ കൂടെ അമ്മയുടെ സംരക്ഷണയിൽ വളർന്ന ആളാണ് രോഹിത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു സോഷ്യൽ സാമൂഹിക സാഹചര്യത്തിലാണ് അവൻ വളർന്നു വന്നത്. വളരെ പ്രയാസകരമായ ഇതേ സമുദായം, വടേര സമുദായത്തിൽപ്പെട്ട ഒരാളുടെ വീട്ടുജോലി ചെയ്താണ് രോഹിത് എന്ന കുഞ്ഞിനെ ഈ രാധിക വളർത്തുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ രോഹിത്തിൻ്റെ കാസ്റ്റ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യനും രോഹിത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരും ഉന്നയിച്ചിട്ടില്ല, എവിടെയും ഉന്നയിക്കപ്പെട്ടില്ല. ആകെ വന്നത് മരണശേഷമാണ്. മരണശേഷം എന്തിനാണ്? രോഹിത്തിൻ്റെ ജീവത്യാഗത്തെ ഡീലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഏർപ്പാടുണ്ടായത്. അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന ഒന്നാണ് ഈ വന്നിരിക്കുന്ന ഇവരുടെ ക്ലോഷർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് സങ്കടകരമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി രാധികയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഈ എന്താണ് രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ആളാണ്. രോഹിത് വെമുല ആക്ട് എന്താണ്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുവെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിശേഷിച്ചും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ദലിത് സമുദായങ്ങളിൽപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നു. പീഡനങ്ങൾ അനുഭവിക്കുന്നു പറഞ്ഞാൽ എന്തെങ്കിലും ശാരീരികമായ ടോർച്ചറിങ് അല്ല, കൈൻഡ് ഓഫ് സഫോക്കേഷനുമുണ്ട്. ഒരു സൈക്കോളജിക്കൽ സഫോക്കേഷൻ അവരനുഭവിക്കുന്നുണ്ട് പല നിലക്ക്. അത് കൂടുതൽ വരുന്നത് ഫാക്കൽറ്റീസിൻ്റെ ഭാഗത്തു നിന്നാണ്, അധ്യാപകരുടെ ഭാഗത്തു നിന്ന്, അവരുടെ റിസർച്ച് ഗൈഡിൻ്റെ ഭാഗത്തു നിന്ന്, അവരുടെ സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഇങ്ങനെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. അത് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എത്ര വാർത്തകളാണ് വരുന്നത്. ഈ കുട്ടികൾ ഡ്രോപ്പ് ഔട്ടായി പോകുന്നു, അല്ലെങ്കിൽ അവർ സൂയിസൈഡ് ചെയ്യുന്നു, ആ പഠനം എത്രയോ സങ്കടകരമായ വാർത്തകൾ. വളരെ ബ്രൈറ്റായ ഇൻ്റലിജൻ്റായ കുട്ടികൾ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി പോവുകയാണ്. അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ഒരു പോപ്പുലർ ലാംഗ്വേജിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് രോഹിത്തിൻ്റെ ജീവത്യാഗം ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ക്യാമ്പസ് ഹിസ്റ്ററിയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്റ്റുഡൻറ്റ് ഔട്ട് ബേസ്റ്റായിട്ട് അത് മാറി. അപ്പോൾ അതിനെ അദ്ദേഹത്തിൻ്റെ ജീവത്യാഗത്തെയും ആ ഒരു പ്രസ്ഥാനത്തെ തന്നെയും അങ്ങേയറ്റം കൊച്ചാക്കുന്ന ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി, അയാൾ പുതുതായിട്ട് അധികാരത്തിൽ വന്ന ആളാണ്. ഈ ആക്ടിനെ കുറിച്ച് പറഞ്ഞ രാഹുൽ ഗാന്ധി അവിടെ ഇരിപ്പുണ്ട്. അടുത്ത ആഴ്ച തെലങ്കാന തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. നോക്കൂ, അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് BJP ആണ്. ഈ രോഹിത് മരണസമയത്ത് ഇവിടെ TRS ആണ് തെലങ്കാന ഭരിക്കുന്നത്. BJPയുടെ ദലിത് വിരുദ്ധ സമീപനങ്ങളൊക്കെ ചോദ്യം ചെയ്തവരാണ് ഇന്ന് ഇവരൊക്കെയും. പക്ഷേ ഇവർ തെലങ്കാനയിൽ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പോലീസ് ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു ദലിതിനെ സംബന്ധിച്ചിടത്തോളം ആരധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് അവർ നിരന്തരം ഉന്നയിക്കുന്ന കാര്യമാണല്ലോ. ആരധികാരത്തിലിരുന്നാലും നമ്മളുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന ദലിതുകൾ നിരന്തരമായി ഉന്നയിക്കുന്ന ആ ഒരു പ്രശ്നം അതിനെ എഗെയിൻ ആവർത്തിക്കുകയാണ്. അവരുന്നയിക്കുന്ന പ്രശ്നം ശരിയായിരുന്നു എന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് ഈ ക്ലോഷർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. രോഹിതിൻ്റെ ആത്മഹത്യക്കുറിപ്പ് 5 പേജുകളുണ്ടായിരുന്നു. അതിലിപ്പോൾ ദാവൂദ് സാറ് പറഞ്ഞ ആ കാര്യം തന്നെ, ഞാൻ ജനിച്ചതേ തെറ്റായിരുന്നു, എൻ്റെ ജനനം തന്നെ ഒരു തെറ്റാണ്. അത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ മൊമെൻറ്റിലും. നോക്കേ, ഈ രോഹിത് മുതലെ കുറിച്ച് നമ്മൾ ഇൻ്റർനെറ്റിൽ പറയുമ്പോൾ നമുക്ക് അൺഫിനിഷ്ഡ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് കിട്ടും. അത് വായിച്ചു നോക്കിയാൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അയാളുടെ ജീവിത കഥ പറയുന്ന ഒന്നാണ്. അപ്പോൾ അഞ്ജലി ദേവി എന്ന് പറയുന്ന അയാളുടെ മുത്തശ്ശി എന്ന് വെച്ചാൽ അവർ ഈ മാള സമുദായത്തിൽപ്പെട്ട കുടിയേറ്റ തൊഴിലാളികളിൽ നിന്ന് ഒരു മകളെ ചോദിച്ചു വാങ്ങുകയായിരുന്നു. ഈ കുട്ടിയെ എനിക്ക് തരാമെന്ന് ചോദിച്ചു, ചെറിയ കുഞ്ഞിനെ. അതാണ് രാധിക. അവരെ വളർത്തി വലുതാക്കുന്നു. അവസാനം അവരുടെ സ്വന്തം സമുദായത്തിൽ നിന്നുള്ള ഒരാളുമായിട്ട് വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഇവരുടെ ജാതി ഒളിപ്പിച്ചു വെച്ചിട്ടാണ് വിവാഹം നടത്തുന്നത്. 5 വർഷത്തിനിടെ ഇവർക്ക് 3 കുട്ടികളുണ്ടാകുന്നു. 5-ാം വർഷം ഇയാൾ തിരിച്ചറിയുന്നു ഇവരുടെ ജാതി എന്നേക്കാൾ താഴ്ന്ന ജാതിയാണ്.
അപ്പോൾ ഇയാൾ മാരകമായ പീഡനങ്ങളും അക്രമങ്ങളും ഒക്കെ തുടങ്ങുന്നു. ഫൈനലി ഉപേക്ഷിച്ചു പോകുന്നു. ഈ 3 കുട്ടികളെയും കൊണ്ട് പിന്നീട് ഇവർ അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു. പിന്നീട് അവർ ജീവിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന ആളുകളുടെ അടുക്കളയിൽ ജോലി ചെയ്തിട്ടാണ്. അപ്പോൾ അച്ഛൻ ആദ്യമായിട്ട് അമ്മയെ ഇറക്കി വിടാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ ജാതി ഇതാണ് എന്നതുകൊണ്ടാണ് ഇറക്കി വിടുന്നത്. അവിടെയാണ് അയാളുടെ ജാതി അയാൾക്കുണ്ടാക്കുന്ന പരിക്കിൻ്റെ ആഴം അയാൾ മനസ്സിലാക്കി തുടങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇയാളുടെ ദീർഘകാല സുഹൃത്തായിരുന്ന റിയാസ് എന്ന് പറഞ്ഞ ഒരാളുടെ മൊഴികളെ ചേർത്ത് വെച്ചിട്ടാണ് ഈ ടെക്സ്റ്റ് പൂർത്തിയാകുന്നത്. അതിൽ റിയാസ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ജാതി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നിരന്തരം അനുഭവിക്കുകയും അതിൻ്റെ സങ്കടം നിരന്തരം പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു രോഹിത് എന്നാണ്. ഈ സംഭവം ഉണ്ടായല്ലോ, ഇയാൾക്ക് സസ്പെൻഷൻ കിട്ടി പുറത്ത് നിൽക്കുമ്പോൾ പോലും വിളിച്ചു പറഞ്ഞിരുന്നു, എൻ്റെ ഏറ്റവും വലിയ മോഹമായ PhD കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല റിയാസ്, എനിക്ക് ഞാൻ ആ കുഴപ്പത്തിലാണ്. എൻ്റെ ഏറ്റവും വലിയ ഹോപ്പ് അതാണ്. PhD ഞാനൊരു ബിരുദമെന്ന നിലയ്ക്ക് മാത്രമല്ല, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാമൂഹിക പഠന മേഖലയിലെ എൻ്റെ ഒരു ഇടപെടൽ എന്ന നിലയ്ക്ക് കൂടിയാണ് അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടത്. അപ്പുറത്തുള്ള ആളുകളൊക്കെ BJP-കാരാണ്, പുറത്ത് വലിയ വലിയ നേതാക്കന്മാരാണ്, അപ്പുറാവ് വലിയ സ്വാധീനമുള്ള ക്യാമ്പസിലെ ഉന്നതാധികാരിയാണ്. അപ്പോൾ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇത്രയും പ്രതിസന്ധികളെ മറികടന്നിട്ടാണ് ഇവിടെ വരെ എത്തിയത്, ഇനി വാതിലെല്ലാം അടഞ്ഞു എന്നയാൾ പറഞ്ഞു എന്ന് ഈ റിയാസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമാണ് അയാൾ സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സൂയിസൈഡിനെ ഒരു ദലിത് അയാളുടെ ഐഡൻറ്റിറ്റി ക്രൈസിസിന് മേലെടുത്ത തീരുമാനമാണ് എന്ന് കണ്ടെത്താൻ നമ്മുടെ സിസ്റ്റത്തിന് പറ്റുന്നില്ല. എന്ന് വെച്ചാൽ സർവകലാശാലകൾക്കകത്ത് മാത്രമല്ല, നമ്മുടെ എൻറ്റയർ സിസ്റ്റം ദലിത് വിരുദ്ധമാണ് എന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് ആ കാര്യത്തിൽ ഒരു പൊളിറ്റിക്കലായ ഉത്തരവാദിത്വം തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിന് ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം അതിലുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം അവർ ഒന്ന് അല്പം അലസത കാണിച്ചാൽ ഈ സിസ്റ്റം മുഴുവൻ ദലിതുകൾക്കെതിരായി, മുസ്ലിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമായി നിൽക്കും. അത് തെളിയിക്കുന്ന സംഗതിയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നോക്കൂ, ഈ ക്ലോഷർ റിപ്പോർട്ടിൽ അനുമാനമാണ് ഇയാൾ ഈ ജാതീയമായ തൻ്റെ ഐഡൻറ്റിറ്റി പൊള്ളയാണ് എന്ന് തെളിയിക്കപ്പെടുമോ എന്ന് ഭയന്നു. നേരത്തെ ദാവൂസായി പറഞ്ഞ പോലെ അങ്ങനെ ഒരു ക്വസ്റ്റനും ഇല്ലാത്ത, അങ്ങനെ ഒരു തർക്കവും ഇല്ലാത്ത, അങ്ങനെ ഒരു പേപ്പർ വർക്ക് എവിടെ നടക്കുന്നില്ല. പക്ഷേ ഇത് അനുമാനിക്കുകയാണ്. എന്നിട്ട് മറ്റവർക്കാർക്കും പങ്കാളിത്തമില്ല, യൂണിവേഴ്സിറ്റിക്ക് പങ്കാളിത്തമില്ല. എന്നിട്ട് പറയുകയാണ്, നന്നായി പഠിക്കുന്ന ഇയാൾ പഠിക്കാനായിരുന്നില്ല, പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായിരുന്നു സമയം കണ്ടെത്തിയത്. ഒരു കുറ്റം പോലെ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സർവകലാശാലയിൽ പഠിക്കുന്ന മനുഷ്യർ പഠിക്കും, നല്ല എന്താ പറയുന്നത്, നന്നായി പഠിക്കുന്ന ആൾ, നന്നായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾ, താനും തൻ്റെ രാജ്യവും എന്നതിനെക്കുറിച്ച് ബോധം ഉണ്ടായിരുന്ന പൊളിറ്റിക്കലായ മനുഷ്യനായിരുന്നു അയാൾ. അതെന്തോ ഒരു പിഴവ് പോലെയാണ് ഇതിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ സിസ്റ്റം എന്ന് പറയുന്നത് ദലിതുകൾക്ക് അനുകൂലമല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഗതിയാണിത്. പക്ഷേ ഇതിനകത്തൊരു കാര്യമുള്ളത്, നേരത്തെ ദാവൂസായി പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ, ഇദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരുപക്ഷെ ഏറ്റവും തുറന്ന സമരങ്ങളിലൊന്ന് രോഹിത് വെമുലയ്ക്ക് വേണ്ടി നടന്ന സമരമാണ്. ഭരണകൂടത്തോടെ എല്ലാവരും ചായ നിൽക്കുമ്പോൾ, എല്ലാവരും ഭരണകൂടത്തെ ഭയപ്പെടുമ്പോൾ, എല്ലാ സമരങ്ങളും അടച്ചു വയ്ക്കുന്ന ഒരു കാലത്ത് രോഹിത് വെമുല എന്ന് പറയുന്ന ഒരു ദലിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്താകമാനം ക്യാമ്പസുകൾ ഒരു വിപ്ലവം തുറന്നു വെച്ചു. അതതിൻ്റെ ഒരു അയാളുടെ മരണത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, മരണം നിർഭാഗ്യരാകുമ്പോൾ പോലും അയാളുടെ മരണം ഒരു സംഗതി നിർവഹിക്കുകയാണ്. അതിനുശേഷം ആ ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടുള്ള ആ സമരത്തിന് ശേഷമാണ് രാജ്യത്ത് പല സമരങ്ങളും ഉണ്ടായത്. പിന്നെ നമ്മൾ എന്തെല്ലാം സമരം കണ്ടു, പൗരത്വ സമരം കണ്ടു, കർഷകരുടെ സമരം കണ്ടു. ഇതിൻ്റെ എല്ലാം തുടക്കം ഇവിടുന്നാണ്. ഇതിൻ്റെ എല്ലാം തുടക്കം രോഹിത് വെമുലയ്ക്ക് വേണ്ടിയിട്ടുള്ള വൈകാരിക ആവേശത്തിൽ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയതാണ്. അതുകൊണ്ട് രോഹിത് വെമുല മരിച്ചുപോയെങ്കിലും അയാളോട് അനീതി കാട്ടണമെന്ന് ഭരണകൂടം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അയാളുടെ മരണം അതിൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇതിൽ നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിനകത്ത് തോന്നുന്നു, നിങ്ങൾ ഉത്തരേന്ത്യയിൽ ആകമാനം ദലിതുകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ, റേപ്പ് കേസുകൾ അതെടുത്തു നോക്കുക. അതിൽ എത്രയിടത്ത് ഈ കൊല്ലപ്പെടുന്ന കുട്ടികൾക്ക്, പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് നീതി കിട്ടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും ദീപ പി മോഹൻ ഇവിടെ ദീപ സമരം ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. അവരോട് എങ്ങനെയാണ് ഈ സിസ്റ്റം പെരുമാറിയത്. അതിൻ്റെ ഒരു ആവർത്തനമാണ്. ഇപ്പോൾ രോഹിത് വെമുല ഒരു ദലിതനായതിനാൽ, അയാളുടെ ഐഡന്റിറ്റിയുടെ പേരിൽ അസ്പർശ്യത അനുഭവിച്ചതിനാൽ അയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്ന് നമ്മുടെ ഒരു പോലീസും ഒരു സിസ്റ്റവും എവിടെ എഴുതാൻ പോകുന്നില്ല. അയാളുടെ മരണത്തിൻ്റെ കാരണം അയാൾ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ച വാചകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത സിസ്റ്റമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇതിൽ അത്ഭുതമൊന്നും കാണാനില്ല. പക്ഷേ രാഷ്ട്രീയമായി നമ്മൾ അയാളുടെ മരണം കൊണ്ട് കുറേ ദൂരം മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അതിനകത്തൊരു ആശ്വാസം. ഇതിൽ വേറൊരു വിചിത്രമായൊരു കാര്യം ഇതിനകത്ത് പറയുന്ന ഒരു സംഗതിയായിട്ട് ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്, പോലീസുകാർ ഈ രാധികയോട് ചോദിച്ചു എത്ര നമ്മൾ DNA ടെസ്റ്റ് നടത്തുകയല്ലേ. അപ്പോൾ അവർ മൗനം പാലിച്ചു. ഇതിനെന്തിനാണ് ജാതി തെളിയിക്കാൻ എന്തിനാണ് DNA ടെസ്റ്റ് നടത്തുന്നത്? അത് എന്താണത്? രോഹിത് വെമുല സൂയിസൈഡ് ചെയ്തു. ആ കേസ് എന്താണ്, SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അതിൽ വരികയാണ്. ആ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രാധികയുടെ DNA ടെസ്റ്റ് നടത്തേണ്ട എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ അത് ഈ അമ്മയോടത് ചോദിക്കുന്നത് മാത്രമല്ല, അത് അവർ മൗനം പാലിച്ചു എന്നുള്ളത് ഒരു അപരാധമായിട്ട് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്.
യെസ് ആര് വായിച്ചില്ലെങ്കിലും ഈ റിപ്പോർട്ട് രാഹുൽ ഗാന്ധി വായിക്കണം എന്നാണ് ഞാൻ പറയാം. യെസ്, തീർച്ചയായും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് അത് ഒഴിഞ്ഞ് മാറാൻ കഴിയില്ല. കാരണം രോഹിത് വെമുല ആക്ട് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് കൂടിയാണ് ഇങ്ങനെ ഒരു പോലീസ് റിപ്പോർട്ട്, ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്തൊരു പോലീസ് റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ എത്തുന്നത്. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.